കേരളത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ ഇപ്പോൾ എന്തായാലും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ പീരുമേട് മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. നിലവിലെ MLA വാഴൂർ സോമൻ അന്തരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഒരു വർഷത്തിൽ കുറവ് കാലാവധി മാത്രം ഉള്ളതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് താനും. അതേസമയം തന്നെ 6 മാസത്തിൽ കൂടുതൽ കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചാൽ അതിനെ ആർക്കും ചോദ്യം ചെയ്യാനും കഴിയുകയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് മണ്ഡലത്തിൽ നിന്നും 1698 വോട്ടുകളോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറിയക് തോമസിനെ CPI സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയെത്തിയത്. പീരുമേടിൽ നിന്നും ഹാട്രിക് വിജയം നേടിയ ES ബിജിമോളുടെ പിൻഗാമിയാണ് വാഴൂർ സോമൻ. വാഴൂർ സോമന്റെ വിജയത്തിനെതിരെ UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി അന്ന് ലഭിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ച് എന്ന് ആരോപിച്ചായിരുന്നു ഹർജി നൽകിയത്. പീരുമേട് മണ്ഡലത്തിൽ നിന്നുമുള്ള വാഴൂർ സോമനെ വിജയായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്നായിരുന്നു അന്ന് സിറിയക് വാദിച്ചിരുന്നത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കവെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നും നാമനിർദ്ദേശ പത്രികയിൽ ഇക്കാര്യം മറച്ചുവെച്ചു എന്നുമായിരുന്നു സിറിയക് തോമസിന്റെ പ്രധാന ആരോപണം. വെയർഹൌസ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് നാമനിർദ്ദേശക പത്രിക നൽകിയത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച് സാക്ഷ്യപത്രം നൽകിയില്ല, ഇക്കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു തുടങ്ങിയ ആരോപണങ്ങളും വാഴൂർ സോമനെതിരെ എതിരാളി ഉന്നയിച്ചിരുന്നു. വാഴൂർ സോമന്റെ നാമനിർദ്ദേശക പത്രികയിലെ പല കോളങ്ങളും പൂരിപ്പിച്ചിരുന്നില്ല എന്നും അപൂർണമായ നാമനിർദ്ദേശക പത്രികയാണ് സ്വീകരിച്ചത് എന്നും നിയമവിരുദ്ധമാണ് എന്നൊക്കെയായിരുന്നു സിറിയക് തോമസിന്റെ അന്നത്തെ ആരോപണം. എന്നാൽ അന്തിമ കോടതി വിധിയുടെ ഇതെല്ലാം തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. 1698 വോട്ടുകളുടെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വാഴൂർ സോമൻ വിജയിച്ചത്. പക്ഷേ പീരുമേടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ശരിക്കും ഒരു അഗ്നിപരീക്ഷണമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിലമ്പൂരിന് പിന്നാലെ മറ്റൊരു സിറ്റിംഗ് സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടാൽ അത് 2026 പൊതു തെരഞ്ഞെടുപ്പിനെയും സാരമായി തന്നെ ബാധിക്കും. നിലമ്പൂർ നഷ്ടമായതിന് പിന്നിൽ PV അൻവർ പിടിച്ച വോട്ടുകളും പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞു നിൽക്കാമെങ്കിലും ഇടതുപക്ഷം തുടർച്ചയായി വിജയിക്കുന്ന പീരുമേടിൽ പരാജയപ്പെട്ടാൽ പിന്നെ പറഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല. കാരണം പീരുമേട് ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമാണ്. ഇവിടെ മുന്നണി ധാരണ പ്രകാരം CPI ആണ് മത്സരിക്കുന്നത് എങ്കിലും CPM-നും വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പീരുമേട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ അത് 2026 ഇടതുപക്ഷത്തിന്റെ സകല കണക്ക് കൂട്ടലുകളുമാണ് തെറ്റിക്കുക. അതായത് ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയ ഇമ്പാക്ട് അല്ല പീരുമേട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. ഈ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും പീരുമേട് നിലനിർത്താൻ കഴിഞ്ഞാൽ മൂന്നാം പിണറായി സർക്കാരിനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നിലമ്പൂർ പോലെ പീരുമേട് പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചാൽ കേരളത്തിൽ ഭരണമാറ്റത്തിനുള്ള വ്യക്തമായ സൂചനയാണ് അത്തരമൊരു ജനവിധിയായി മാറുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും അതോടെ ആവിയായി മാറും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെ നിർണായകമാകും.